ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വരുന്ന 26-ാം തീയതി വ്യാഴാഴ്ച രാമനവമിയാണല്ലേ. അപ്പോൾ രാമനവമി എന്ന് പറയുമ്പോൾ ഷിർഡിയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നൊക്കെ നമുക്കറിയാം. സച്ചരിതത്തിലും അതിനെക്കുറിച്ച് ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ രാമനവമി എന്ന് പറയുമ്പോൾ ബാബയുടെ ഒരു ഭക്തിയെക്കുറിച്ച് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് രാധാകൃഷ്ണമായി. നമ്മൾ സച്ചരിത്രത്തിലും പഠിച്ചിട്ടുണ്ട് രാധാകൃഷ്ണമായിയുടെ സേവനങ്ങളെക്കുറിച്ചും ബാബയോട് അവർക്കുള്ള ഭക്തിയെക്കുറിച്ചുമെല്ലാം അല്ലേ. പക്ഷേ എങ്ങനെയാണ് രാധാകൃഷ്ണമായി ഷിർഡിയിലെത്തിയതെന്നും എന്താണ് രാധാകൃഷ്ണമായിയുടെ ജീവിതമെന്നും നമ്മൾ ആ സച്ചരിത്രത്തിൽ പഠിക്കുന്നില്ല അല്ലേ. അപ്പോൾ രാധാകൃഷ്ണമായിയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് സുന്ദരിഭായി ക്ഷീർസാഗർ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സുന്ദരിഭായി എന്ന് പറയുന്ന അമ്മ അവരുടെ കല്യാണം കഴിഞ്ഞ് കറക്റ്റ് 8-ാമത്തെ ദിവസം അവർക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെടുകയാണ്. ജീവിതത്തിൽ തകർന്ന ഒരവസ്ഥ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇതോടുകൂടി തൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ച് അവരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ അഭയം തേടുകയാണ്. അവിടെയാണെങ്കിൽ സ്ഥിതി വളരെ മോശമാണ്. കാരണം അവിടെ രാധാകൃഷ്ണമായി അമ്മ അനുഭവിക്കാത്ത കഷ്ടങ്ങളോ ദുരിതങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നരകതുല്യമായ ജീവിതമായിരുന്നു. അങ്ങനെ 1902 ആ അമ്മ ആ വീടും ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിനായി ഒരുങ്ങി പോവുകയാണ്. അങ്ങനെ എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ആ യാത്ര ചെന്നെത്തുന്നത് ഷിർഡി എന്ന് പറയുന്ന പുണ്യസ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പോൾ സുന്ദരിഭായി അമ്മ ഷിർഡിയിലേക്ക് വരുമ്പോൾ ബാബ ദ്വാരകാമയിൽ തൻ്റെ ഭക്തന്മാർക്കൊപ്പം എപ്പോഴും എന്ന പോലെ സമയം ചിലവഴിച്ചു കൊണ്ടിരുന്ന സമയത്ത് സുന്ദരിഭായി അമ്മ ഇങ്ങനെ ഷിർഡിയിലേക്ക് പതുക്കെ നടന്നു വരികയാണ്. അപ്പോൾ ബാബ ദ്വാരകാമയിലെ ചെറിയ ജനാലയിലൂടെ ഇങ്ങനെ നോക്കി കാണുകയാണ് ആ അമ്മയുടെ വരവ്. ആ അമ്മയുടെ വരവെന്ന് പറയുന്നത് വസ്ത്രം നല്ല വെളുത്ത വസ്ത്രമാണ് അമ്മ ധരിച്ചിരിക്കുന്നത്. ഒരു കയ്യിൽ ഏകധാര എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റും ഒരു കയ്യിൽ ചപ്ലാങ്കട്ടയുമുണ്ട്. തോളിൽ ഒരു തുണി കൊണ്ടുള്ള ഒരു സഞ്ചിയുമുണ്ട്. ഇതായിരുന്നു ആ അമ്മയുടെ വേഷം. അപ്പോൾ അമ്മ ഇങ്ങനെ നടന്നു വന്ന് ദ്വാരകാമയി മസ്ജിദിൻ്റെ മുന്നിലെത്തുകയും അവിടെ നിന്ന് ആദ്യത്തെ പടി ചവിട്ടുന്നതിന് മുമ്പ് സാഷ്ടാംഗ നമസ്കാരം ചെയ്തതിന് ശേഷം എഴുന്നേറ്റ് ആ ഫസ്റ്റ് പടി തുടങ്ങി തൊട്ട് കണ്ണിൽ വെച്ച് നേരെ ബാബയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ പോയി ബാബയെയും കണ്ട് നമസ്കരിച്ചതിന് ശേഷം ആ മസ്ജിദിനകത്ത് നിന്നും 2 ചെറിയ കല്ലുകളെടുത്ത് അതിനെ തറയിൽ വയ്ക്കുകയും അതിലൊരു തുണി കൊണ്ട് മൂടി അതിന് മുകളിലായിട്ട് തൻ്റെ ബാഗിൽ നിന്നും ഒരു രാധാകൃഷ്ണ വിഗ്രഹം എടുത്ത് വയ്ക്കുകയാണ്. ശേഷം ആ അമ്മ ഇങ്ങനെ മതിമറന്ന് ഭക്തിയിൽ ഇങ്ങനെ പാടുകയാണ്. ഭജൻസും കീർത്തനങ്ങളും ഒക്കെ ഇങ്ങനെ മതിമറന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് അവിടെ ഇരുന്ന ഭക്തന്മാർക്കായിക്കോട്ടെ ബാബയ്ക്കായിക്കോട്ടെ വളരെ സന്തോഷവും അവരും ആ അമ്മയെ പോലെ ഇങ്ങനെ മറന്നിങ്ങനെ ഭക്തിയിൽ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അമ്മയുടെ കീർത്തനങ്ങളൊക്കെ. അപ്പം എല്ലാ ഭക്തന്മാർക്കും ഒരുപാട് സന്തോഷമാകുന്നു. കാരണം അമ്മയുടെ ഭക്തി അത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സുന്ദരിഭായി എന്ന അമ്മയ്ക്ക് ആ രാധാകൃഷ്ണ വിഗ്രഹം വെച്ച് പാടുന്ന ആ ഒരു ഭക്തി കണ്ടിട്ട് അവിടെയുള്ള ഭക്തന്മാർ നൽകിയ പേരാണ് രാധാകൃഷ്ണമായി. അതിൽ മായി എന്ന് പറയുന്നത് അമ്മ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. ഈ അമ്മ എന്ന് പറയുമ്പോൾ അടുത്ത ബന്ധമുള്ള എല്ലാവരെയും നമ്മളിപ്പോൾ ആൻറ്റി അങ്ങനെ സംബോധന ചെയ്യുന്നത് പോലെ മായി എന്ന് വിശേഷിപ്പിക്കുന്നതാണ്. എന്നാൽ അതിലൊരു പടി മേലെ സ്വന്തം അമ്മയെ വിളിക്കുന്നത് പോലെ ബാബ രാധാകൃഷ്ണമായിയെ വിളിച്ചിരുന്നത് ആയി എന്നായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു ബാബ സംബോധന ചെയ്തിരുന്നത്. കാരണം ബാബ തൻ്റെ അമ്മയെ പോലെ കരുതിയിരുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു രാധാകൃഷ്ണമായി. ശേഷം ഈ രാധാകൃഷ്ണമായി നമ്മൾ സച്ചരിത്രത്തിൽ തന്നെ കാണുന്നുണ്ട് എന്തൊക്കെ സേവനങ്ങളാണ് ഷിർഡിയിൽ ചെയ്യുന്നത്. രാമനവമി എന്ന ഉത്സവം വരുമ്പോൾ വരുന്ന എല്ലാ ഭക്തന്മാർക്ക് വേണ്ടിയുമുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നത്, അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ചാവടി വൃത്തിയാക്കുന്നത്, ദ്വാരകാമയി മസ്ജിദ് വൃത്തിയാക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയെന്ന് വേണ്ട ഷിർഡിയിലെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിഞ്ഞ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു രാധാകൃഷ്ണമായി അമ്മ. അതുപോലെ തന്നെ ബാബയിൽ ഒരു നിഷ്കളങ്ക ഭക്തിയായിരുന്നു ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. കാരണം മറ്റൊന്നും ആ അമ്മയുടെ ചിന്തയിലില്ല. ആ അമ്മയുടെ പ്രവൃത്തികളും ചിന്തകളും എല്ലാം ബാബയ്ക്ക് വേണ്ടിയായിരുന്നു. ബാബയുടെ ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക, അവിടെ വരുന്ന ഭക്തന്മാർക്ക് യാതൊരു കുറവുകളും ഉണ്ടാകരുത് എന്നുള്ള രീതി അതൊക്കെയായിരുന്നു. അതുപോലെ തന്നെ രാധാകൃഷ്ണമായി അമ്മയുടെ താമസമെന്ന് പറയുന്നത് ദ്വാരകാമയിക്കും ചാവടിക്കും ഇടയിലുള്ള ഒരു സ്ഥലത്തായിരുന്നു ബാബ താമസിക്കാൻ സൗകര്യമൊരുക്കിയിരുന്നത്. ആ സ്ഥലത്തെ സ്കൂൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ സച്ചരിത്രയിൽ വായിക്കുന്നുണ്ട്. ആ രാധാകൃഷ്ണമായി അമ്മയ്ക്ക് ഷിർഡിയിൽ മറ്റൊരു ഭാഗ്യം കൂടെ ലഭിക്കുകയാണ് കേട്ടോ. ഒരിക്കൽ MG റെജി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അതൊരു വലിയ കഥയാണ്, ഞാൻ ചുരുക്കി പറയാം. അദ്ദേഹത്തിന് ഒരിക്കലൊരു സ്വപ്നദർശനം ഉണ്ടാവുകയും ആ സ്വപ്നദർശനത്തിൽ
സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നീ ഷിർഡിയിൽ പോയി സായിബാബയെ സന്ദർശിക്കൂ, ഞാനും സായിബാബയും ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു സന്ദേശം കൊടുക്കുകയും അദ്ദേഹം ആ ഒരു സ്വപ്നം തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ യാത്രയായി കണക്കാക്കി ഷിർഡിയിലേക്ക് പുറപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി ഷിർഡിയിൽ പോയി എം ജി റജി അദ്ദേഹം ബാബയെ കാണുന്ന സമയത്ത് ബാബ അദ്ദേഹത്തിനോട് പറയുന്നത്, നീ ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷം, അതുപോലെ തന്നെ നിനക്ക് ഇവിടെ നിന്നും ഒരു അമ്മയെ കൂടി ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ബാബ രാധാകൃഷ്ണമായിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ എം ജി റജി എന്ന് പറയുന്ന അദ്ദേഹം വളരെ ഒരു വിഷ്ണു ഭക്തനാണ്. അതുപോലെ തന്നെ രാധാകൃഷ്ണമായി അമ്മയോ രാധാകൃഷ്ണ ഭജൻസും കീർത്തനങ്ങളൊക്കെ പാടുന്ന വളരെ വലിയൊരു കൃഷ്ണഭക്തിയും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇത് കേൾക്കുന്ന സമയത്ത് വളരെ സന്തോഷമാവുകയും തുടർന്ന് അങ്ങോട്ട് അവർ രണ്ടുപേരും വളരെ അടുപ്പമാവുകയും അവർ ഡെയിലി രാധാകൃഷ്ണമായിയോടൊപ്പം എം ജി റജിയും ദ്വാരകാമയിൽ വന്ന് ബാബയോട് കൂടെ നിന്ന് രണ്ടുപേരും ഭജൻസൊക്കെ പാടുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ കുറേ നാൾ കടന്നുപോയി. ഒരു ദിവസം രാധാകൃഷ്ണമായി അമ്മ ഓടി വന്ന് ബാബയുടെ കാൽക്കൽ നമസ്കരിച്ച് ബാബയുടെ കാലിന് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറയുകയാണ്, ബാബ എനിക്കിനി ഇവിടെ നിൽക്കാൻ സാധ്യമല്ല ബാബ, എന്നെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് ബാബ രാധാകൃഷ്ണമായി അമ്മയുടെ തലയിൽ ഇങ്ങനെ കൈവച്ച് അനുഗ്രഹിക്കുന്ന സമയത്ത് രാധാകൃഷ്ണമായി അമ്മ സമാധിയാവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടറിഞ്ഞ് എം ജി റജി അദ്ദേഹം ഓടി വരികയും ബാബയോട് ചോദിക്കുകയാണ്, ബാബ എവിടെയാണ് എൻ്റെ അമ്മ എന്ന് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചല്ലോ എൻ്റെ അമ്മയ്ക്കെന്ന് പറയുന്ന സമയത്ത് ബാബ പറയുകയാണ്, നിനക്ക് മാത്രമല്ല എനിക്കും അത് അമ്മ തന്നെയായിരുന്നു. പക്ഷേ ഈ ഭൂമിയിൽ അവരുടെ കർമ്മഫലം തീർന്നിരിക്കുന്നു. ഇനി ഇവിടെ താമസിക്കുക എന്നത് അവർക്ക് സാധ്യമായ കാര്യമല്ല. അതുകൊണ്ടാണ് എന്നോട് വന്ന് അപേക്ഷിച്ചത്, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മോചിപ്പിക്കൂ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അവർക്ക് മോക്ഷം നൽകി. പക്ഷേ നീ അതിൽ ഒരു കാലത്തും വിഷമിക്കേണ്ട സാഹചര്യം ഇല്ല. കാരണം നിനക്ക് എപ്പോഴൊക്കെയാണോ നിൻ്റെ അമ്മയെ കാണണം എന്ന് തോന്നുന്നത് ആ സമയത്ത് നിനക്ക് എൻ്റെ ഹൃദയത്തിലോട്ട് നോക്കാം, അവിടെ സദാ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അമ്മ എന്ന് പറഞ്ഞ് ബാബ തൻ്റെ ഹൃദയം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് എം ജി റജിക്ക്. അപ്പോൾ രാധാകൃഷ്ണമായി അമ്മ ബാബയ്ക്ക് ചെയ്ത നിഷ്കളങ്കമായ സേവനങ്ങൾക്കും ആത്മാർത്ഥമായ വിശ്വാസത്തിനും ഭക്തിക്കും ബാബ നൽകിയത് സ്വന്തം ഹൃദയത്തിൽ ഇടം കൊടുത്തു എന്നുള്ളതാണ് അല്ലേ അമ്മയ്ക്ക്. നമുക്കും ബാബയോടുള്ള ഭക്തി എന്ന് പറയുന്നത് രാധാകൃഷ്ണമായി അമ്മയെപ്പോലെയും ബായാജിബായി അമ്മയെപ്പോലെയും ഒക്കെ ആയിരിക്കണം. കാരണം അവരുടെ ജീവിതത്തിലെ സർവ്വവും ബാബയ്ക്ക് സമർപ്പിച്ച് അവരുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം ബാബയിൽ സമർപ്പിച്ച് ബാബയാണ് എല്ലാം എന്ന് കരുതി ജീവിച്ചവരാണല്ലേ. ആ ഒരു ഭക്തി എന്ന് പറയുന്നത് എപ്പോഴും ബാബ സ്വീകരിക്കും. ബാബയിൽ ഞാൻ പറഞ്ഞില്ലേ സർവസ്വ ശരണാഗതി അർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ദുരിതങ്ങളും എല്ലാം ബാബ നമുക്ക് വേണ്ടി ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതുപോലുള്ള കഥകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടതും അതാണ്. എങ്ങനെ നമുക്കും ബാബയിലുള്ള ഭക്തി വർദ്ധിപ്പിക്കാം, ബാബയിലുള്ള ആ വിശ്വാസം നമുക്കും കൂട്ടിയെടുക്കാം എന്നായിരിക്കണം നമ്മൾ ഓരോ കഥകളിൽ നിന്നും പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഓം സായിറാം.